Hey everyone. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ മാങ്ങ കറിയാണ്. ഇത് സ്പൈസി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് മാങ്ങ എങ്ങനെ ചെറിയ പീസസ് ആയിട്ട് അരിയണം. പിന്നെ വേണ്ടത് പച്ചമുളക് ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ വേണ്ടത് കടുക് വറുക്കാനായിട്ട് കടുക്, ഉലുവ, ചുമന്ന മുളക്, പിന്നെ കറിവേപ്പില. പിന്നെ വേണ്ട മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ചുമന്ന മുളകാണ്. ഞാനിവിടെ ഒരു 4 സ്പൂൺ ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് ഉലുവാപ്പൊടിയും, പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ കായമാണ്. കായം ഒരു 1/2 സ്പൂൺ കായം മതിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഐറ്റംസ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മാങ്ങ ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് മുളകും ചെറുതായി അരിഞ്ഞിട്ട് ഉപ്പും ചേർത്ത് കുറച്ച് നേരം നമ്മളിത് മാറ്റി വയ്ക്കണം. ഒരു 1/2 hour മാറ്റി വയ്ക്കണം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇത് 1/2 hour കഴിഞ്ഞിട്ട് അപ്പം മാങ്ങയിൽ ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് ഇരിക്കുമ്പോഴാണ് നമ്മളിത് ആക്ച്വലി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, കറി ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ചു. അതിനകത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുകും ഉലുവ ഇടണം. കടുവും ഉലുവയും ഒക്കെ തുടങ്ങുമ്പോൾ അതിനകത്ത് കുറച്ച് മുളക് ഇടണം. കറിവേപ്പിലയും നമുക്കിട്ട് കൊടുക്കണം. എണ്ണ പൊട്ടിക്കരച്ചാതെ ശ്രദ്ധിക്കണം. ഇതൊരു 5 minute റെസിപ്പിയാണ്. 5 minute മാത്രമേ വേണ്ടി ഇത് ഉണ്ടാക്കാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണമെങ്കിൽ എണ്ണ നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് സ്പൈസസ് നോക്കും. അതിന് തീ നല്ലോണം കുറച്ച് വയ്ക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് മുളക് പൊടി ഒരു 5 സ്പൂൺസ് മുളക് പൊടി ഉണ്ട്. ഓക്കെ, അതും എണ്ണയിൽ ഒന്ന് നോക്കണം. അത് കഴിഞ്ഞിടേണ്ടത് നമ്മുടെ ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടിയും കായവും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ തീ ഓഫ് ചെയ്യണം. ഓക്കെ, തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇച്ചിരി തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരുന്ന മാങ്ങ അതിനകത്തോട്ടിടും. മാങ്ങയും പച്ചമുളകും ഇട്ടും ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇതിനകത്തോട്ടിടും. മസാല ഫുള്ള് മാങ്ങയിൽ നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ഉപ്പ് ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്ന ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുന്നു. ഇനി മസാലയ്ക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാങ്ങാക്കറി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മാങ്ങാക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സ്പൈസിയാണ്, നല്ല കളർഫുള്ളാണ്. സദ്യക്ക് വിളമ്പാൻ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.